സോ ഗുഡ് ഈവനിങ് ഓൾ. നമ്മളുടെ ഇന്നത്തെ ഒരു സെഷന്റെ പ്രത്യേകത ടോട്ടലി ഒരു ഇന്ററാക്റ്റീവ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. വോയിസ് ഓക്കെ ആണോ നമുക്ക്? Yes, sir, audible ആണ്. Okay, fine. So, thank you. So, guys, we'll be having one interactive type of communication. എനിക്ക് വേണ്ടത് നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള ചില ഡിസ്കഷനും സപ്പോർട്ടും തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ഐ റിക്വസ്റ്റ് നിങ്ങൾ മൈക്ക് വെച്ചിട്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ നടത്തുവാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വിൽ ബി സംവാട്ട് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് പേപ്പർ വണ്ണിൽ ഇങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റ് ഒക്കെ പഠിക്കാനുണ്ട് അല്ലെ. കമ്മ്യൂണിക്കേഷനിൽ തന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റും അതിന്റെ ബാരിയേഴ്സ് ഒക്കെ പറയാറുണ്ട്. അതിലൊരു കാര്യമാണ് ടെക്നോളജിക്കൽ എറർ അല്ലെങ്കിൽ ടെക്നിക്കൽ എറർ എന്നൊക്കെ പറയുന്ന. അപ്പൊ നെറ്റ്വർക്ക് ഇഷ്യൂ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ സെഷൻ നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും പ്രൊഡക്റ്റീവ് ആയിട്ട് ഒരു എഫിഷ്യന്റ് ഹാഫ് ആൻ അവർ മിനിമം ഒരു 30 മിനിറ്റ്സ് ഉള്ള സെഷൻ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദ പോയിന്റ് ഈസ് ദാറ്റ് 2024 ജൂൺ മാസത്തിൽ നടക്കാൻ വേണ്ടി പോകുന്ന നെറ്റ് എക്സാമിനേഷൻ. അപ്പൊ നമ്മളുടെ മുമ്പിൽ എന്തുണ്ട്? നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 5 മാസം ഫുള്ളി ഉണ്ട്. ഐസേ ഫുള്ളി 5 മാസം ഉണ്ട്. ഈ 5 മാസം കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്രിസ്റ്റൽ എഡ്യു ഹബിന്റെ 2024 ജൂൺ സൈക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള UGC നെറ്റ് ഹിസ്റ്ററിയുടെ വെബിനാറിൽ സെഷനിലേക്ക് സ്വാഗതം. സോ വിൽ ബി ഡിസ്കസിങ് സർട്ടൻ സ്ട്രാറ്റജീസ് യു ഷുഡ് ഹാവ്. നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഇത് നമ്മളുടെ ഓൾറെഡി ഇപ്രാവശ്യം എക്സാം ചെയ്തിട്ടിരിക്കുന്ന കുട്ടികളുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ചില കാര്യങ്ങളാണ്. അതനുസരിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. സോ 2023 ഡിസംബർ സൈക്കിളിലെ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് വളരെ മുമ്പ് ചോദിച്ച എക്സാം പാറ്റേണിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിക്കൊണ്ട് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളതാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ള വൺ പോസിറ്റീവ് ന്യൂസ്. അതേസമയത്ത് അടുത്ത പ്രാവശ്യത്തേക്ക് സം സിലബസ് ചേഞ്ചസ് ക്യാൻ ബി എക്സ്പെക്ടഡ്. അതെന്താന്നുള്ളത് വഴിയെ നമ്മുടെ ഡിസ്കഷന്റെ ഭാഗമായിട്ട് പറയാം. അപ്പൊ 2023 ഡിസംബർ സൈക്കിളിലെ ചില ക്വസ്റ്റ്യൻസ് ഒന്ന് പറയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. There was question regarding the chronological order. Chronology is very important things of basics of history. History basics നിന്നും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. Chronological order of commissions ചോദിച്ചിട്ടുണ്ട്. ചാർട്ടർ ആക്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. There was one particular court who coined this one. You guys definitely know. വളരെ സിമ്പിൾ ആയിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. Chronological order of Akbar reign. അക്ബറിന്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ലൈക്ക് അബോളിഷൻ ഓഫ് ജിസിയ, പിൽഗ്രിം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഡെത്ത് ഓഫ് രാജ തോഡർമാൾ, ദുർഗാവതി, കമ്പരാമായണത്തെ ആസ്പദമാക്കി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് വൺ പെർട്ടിക്കുലർ പാസേജ് ക്വസ്റ്റ്യൻ അബൌട്ട് ദ 1857 റിവോൾട്ട്, തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, INC സെഷൻസ് ആൻഡ് പ്രസിഡന്റ്, ഓൾസോ ബ്രഹ്മി സ്ക്രിപ്റ്റ്, അശോകാസ് പില്ലർ ഇഡിക്റ്റ്, അൽവാർസ് ആൻഡ് നാനാർസ് ഭക്തി റിലേറ്റഡ്, ബാബറിന്റെ ജഹാംഗീറിന്റെ കാലഘട്ടത്തിലുള്ള പെയിന്റേഴ്സ്, അബുൽ ഫസൽ, അനാൾസ് ഹിസ്റ്റോറിയൻസ്, ഇങ്ങനെ ഉള്ള ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് അറിയാത്തൊരു ടോപ്പിക് ഏതെങ്കിലും ഉണ്ടോ? ജസ്റ്റ് കമന്റ്. മേ ബി നിങ്ങൾക്ക് ദുർഗാവതി, തോഡർമാൾ ഇങ്ങനത്തെ പേഴ്സണാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. അതേ സമയത്ത് ബാക്കിയുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് എപ്പോഴെങ്കിലും ഒന്ന് കേട്ട് കേൾവിയുള്ളതാകാനാണ് 90% സാധ്യതയുള്ളത്. ഞാനൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിലോട്ട് ഇടുകയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ലിസ്റ്റിൽ നിങ്ങൾ കേൾക്കാത്ത ടോപ്പിക് എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട് നിങ്ങൾ. I just want to know how many of you are well aware about the history subject and syllabus. അതിനു വേണ്ടിയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഹാവ് ദാറ്റ് ചാറ്റ്. നിങ്ങൾക്ക് ഇതിൽ പരിചയമില്ല ഒന്ന് ചാറ്റിലിടും, ഇവിടെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് മാത്രം. സം ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എക്സാമിനേഷൻ എഴുതിയ ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിയും. എല്ലാം നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നില്ല, ആരൊന്നും പറഞ്ഞു കണ്ടില്ല. അറിയാവുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ദുർഗാവതി വരുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സം പേഴ്സണാലിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് യു ഹാവ് സം കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ, യു ഹാവ് സം കൈൻഡ് ഓഫ് ലാക്ക് ഓഫ് നോളജ്. അതർവൈസ് യു ഡോണ്ട് നോ ഹൗ ടു ആൻസർ സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം എക്സാമിനേഷൻ നടക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ദർ വിൽ ബി സെർട്ടൻ ക്വസ്റ്റ്യൻസ് ഇൻ വിച്ച് യു ഡോണ്ട് നോ ദ ക്ലിയർ കട്ട് 100% ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ.
നിങ്ങൾക്ക് 100% അതിന്റെ ഒരു കറക്റ്റ് ഉത്തരം ഇന്നതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ദർ വിൽ ബി സം ടൈപ്പ് ഓഫ് കൺഫ്യൂഷൻസ് യു ഷുഡ് ഹാവ്. ചില കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് എക്സ്പെക്ട് ചെയ്യുക. കാരണം നിങ്ങളോട് ആരും UGC നെറ്റ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് പേപ്പർ 2 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതില് 100 ശരിയാക്കണമെന്നോ 90 ശരിയാക്കണമെന്നോ 80 ശരിയാക്കണമെന്നോ 70 ശരിയാക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൃത്യമായിട്ട് നെറ്റ് എക്സാമിനേഷന് പഠിക്കുന്ന ആൾക്കാരാണോ 100ൽ ഐ സേ നൗ ദർ ഇസ് നോ നെഗറ്റീവ് മാർക്സ്. പുതിയ സിലബസ് ചേഞ്ചിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷെ നെഗറ്റീവ്സ് വരുവാണെങ്കിൽ മാത്രം കോമ്പറ്റീഷന്റെ ട്രെൻഡ് മനസ്സിലാക്കി നല്ല കോച്ചിങ് എടുക്കേണ്ടി വരും. കാരണം പ്രാക്ടീസ് ഈസ് ഹാവിങ് വെരി ഇമ്പോർട്ടന്റ് ഐഡിയ. നെഗറ്റീവ്സ് വരുവാണെങ്കിൽ അതേ സമയത്ത് നെഗറ്റീവ്സ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ 100 ഞാൻ പറയുന്നു നിങ്ങൾക്ക് JRF കിട്ടണമെന്നുണ്ടെങ്കിൽ 60 ക്വസ്റ്റ്യൻസ് എങ്കിലും കൃത്യമായിട്ട് ശരിയാക്കിയാൽ മതി. 60 ക്വസ്റ്റ്യൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 120 മാർക്സ്. 120 പ്ലസ് പേപ്പർ 1ൽ നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ 50 എണ്ണത്തിൽ ഒരു 40 എണ്ണം ശരിയാക്കി നോക്കിക്കേ. വിൽ ഗെറ്റ് 80 മാർക്സ്. ടോട്ടലി there will be around 200 marks. Definitely you are eligible for JRF. ഇത് കുറഞ്ഞോ സംടൈംസ് നിങ്ങൾ ഇത് 50 ആയി എന്ന് വിചാരിക്കുക, ഇത് 35 ആയി എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു പക്ഷേ നെറ്റ് കിട്ടിയേക്കാം. അതിനേക്കാൾ താഴോട്ട് വന്നോ നിങ്ങൾ വീണ്ടും അടുത്ത പ്രാവശ്യത്തെ എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. ഇത്രയേ ഉള്ളൂ സിംപ്ലി ലോജിക്ക് പറയാന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പഠിക്കുന്ന എന്തോ ദാറ്റ് ഷുഡ് ബി ടു ക്ലിയർ ദിസ് എക്സാമിനേഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വേണം. 5 മാസത്തെ പ്രിപ്പറേഷൻ ആണുള്ളത്. അപ്പൊ 5 മാസം നിങ്ങൾ കൃത്യമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ 10 യൂണിറ്റ്, ആ 10 യൂണിറ്റ് നിങ്ങൾക്ക് സിംപ്ലി പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതിനൊരു ഡെഡിക്കേറ്റഡ് മൈൻഡ് വേണമെന്നുള്ളൂ. നമ്മൾ ഇന്നെടുത്ത ക്ലാസ് ജസ്റ്റ് കേട്ടോ, പിന്നെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് നമ്മളത് റിവൈസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മളെ തന്നെ കുറ്റം പറയണം. നമ്മുടെ പ്രിപ്പറേഷൻ എപ്പോഴും നമ്മൾ ബോധവാന്മാരാകണം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ചില കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് അവോയ്ഡ് ചെയ്യുകയും വേണം. അത് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ 2024 ജൂൺ എക്സാം എഴുതുന്നുണ്ടോ, ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഇല്ല എങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് നല്ല ലാക്കിങ് വരും. നിങ്ങൾക്ക് ഒരിക്കലും സബ്ജക്റ്റിൽ നല്ല ക്വാളിഫൈഡ് പേഴ്സൺസ് ആയിട്ട് മാറാൻ പറ്റില്ല. ക്രിസ്റ്റൽ പലപ്പോഴും ചെയ്യുന്നതും ശ്രദ്ധിപ്പിക്കുന്ന കാര്യം, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ദാറ്റ് ഷുഡ് ബി ദാറ്റ് മച്ച് ക്ലിയർ. കോൺസെപ്ച്വലി ആണെങ്കിലും നിങ്ങൾ ക്ലിയർ ആയിരിക്കണം, ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ്. സോ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ദ ഫസ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് വൈ യു സ്റ്റാർട്ടഡ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്തിനാ? JRFന് വേണ്ടിയാണോ, നെറ്റിന് വേണ്ടിയാണോ, അതോ ചുമ്മാ എഴുതിയേക്കാം എന്ന് വിചാരിച്ചിട്ടാണോ? ചുമ്മാ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ എം സെയിം നിങ്ങൾ ഒരിക്കലും കോച്ചിങ് എടുക്കരുത്. നിങ്ങൾ പഠിക്കുകയും ചെയ്യരുത്. വെറുതെ പോയി എഴുതിക്കോളൂ, തോറ്റിട്ട് വരാം. കാരണം നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരല്ലേ. പക്ഷേ സമയം മാനിക്കുന്ന ഈ ഒരു പ്രിപ്പറേഷൻ കൊണ്ട്, ഈ സബ്ജക്ട് കൊണ്ട് എനിക്ക് അത്രയും നോളജ് വേണം, ഇതെന്റെ ഫ്യൂച്ചർ ആണെന്ന് കാണുന്ന ആൾക്കാരാണോ JRFന് വേണ്ടി, നെറ്റിന് വേണ്ടി നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ഗിവ് സം എക്സ്ട്രാ എഫേർട്ട്. നല്ല എക്സ്ട്രാ എഫേർട്ട് കൊടുക്കണം. ആ എക്സ്ട്രാ എഫേർട്ട് എന്ന് പറയുന്നത് എന്താ? സാധാരണ പഠിക്കിൽ നിന്നും എക്സ്ട്രാ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യൂ, എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കൂ, എക്സ്ട്രാ കുറച്ച് ഡിസ്കഷൻസ് നടത്തൂ. അങ്ങനെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യണം, എങ്കിലേ ഇത് കിട്ടുള്ളൂ. അത്രക്കും കോമ്പറ്റീഷൻ ഉണ്ട് ഓരോ വർഷം ഇന്ത്യയിൽ എക്സാമിനേഷൻ എഴുതുന്നത്. അതുകൊണ്ടാണ് ഈ എക്സാമിനേഷൻ പതിയെ ഓഫ്ലൈനിൽ നിന്നും NTA ഏറ്റെടുത്തിട്ട് ഓൺലൈൻ CBT മോഡൽ എക്സാം ആക്കിയത്. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഒരു എക്സാം എഴുതുന്നതിന് മുന്നേ നിങ്ങൾ അതിന്റെ ലോജിക്കും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല കാര്യം. അതിന് തന്നെയാണ് അവർ കൃത്യമായിട്ടുള്ള സിലബസ് തന്നിരിക്കുന്നത്. Now we can discuss the syllabus changes. Guys, tell me what is your opinion regarding the syllabus changes expected? നിങ്ങൾ പറ, നിങ്ങളുടെ കണക്കിൽ എത്ര പെർസെന്റേജ് വരെ ഹിസ്റ്ററിയിൽ നിന്ന് സിലബസ് ചേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ? വി ഹാവ് 10 യൂണിറ്റ്സ്. ഓരോ യൂണിറ്റിനും നമുക്ക് 10% വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ ദാറ്റ്സ് ഈക്വൽ ടു 100%. സോ എത്ര പെർസെന്റേജ് മാറ്റങ്ങൾ വരാൻ ചാൻസ് നിങ്ങൾ കാണുന്നുണ്ട്? ജസ്റ്റ് കമന്റ് യുവർ ഒപ്പീനിയൻ. നിങ്ങൾ ഈ സബ്ജക്ട് പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് യു ഹാവ് സം ഐഡിയ. ഞാനിത് പഠിപ്പിക്കുകയും നമ്മൾ കുറച്ചു കാലമായിട്ട് ഇതിന്റെ പിന്നാലെ ഇരിക്കുന്ന സബ്ജക്റ്റിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് വി ഹാവ് സം ഐഡിയ. വാട്ട് യു ആർ ഗോയിങ് ടു എക്സ്പെക്ട് ഈ 10 യൂണിറ്റിൽ? നിങ്ങളുടെ ഒരു ഗസ് പറ. ഞാൻ പറഞ്ഞത് ഡിസ്കഷൻ സെഷൻ ആണെന്നുള്ളത്, അല്ലാതെ കഥാപ്രസംഗമല്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാനും ആക്റ്റീവായിട്ട് ഇരിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. എത്രയാണ്? കുറച്ച്
ഒരു 5% കുറച്ച് ആളുകളെ നമ്മുടെ ഡയറക്റ്റ്ലി മെൻഷൻ ചെയ്യാത്ത കുറച്ച് ആളുകളെ അവർ ഇൻഡയറക്ട്ലി ക്വസ്റ്റ്യൻ ഇടുന്നുണ്ടല്ലോ, അതൊക്കെ സിലബസിലേക്ക് വരുമായിരിക്കും. സാധ്യത തള്ളിക്കളയുന്നൊന്നുമില്ല. ഒരു 5% പറഞ്ഞവരുണ്ട്, 10% പറഞ്ഞവരുണ്ട്, 5% പറഞ്ഞവരുണ്ട്, നോ മേജർ ചേഞ്ചസ് എക്സ്പെക്ട് ചെയ്യുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നിലവാരത്തിലെത്തിയത്? ബിക്കോസ് വി നോ ദാറ്റ് കറന്റ് സിലബസ് തന്നെ, ഇപ്പോൾ നമുക്കുള്ള സിലബസ് തന്നെ അത്യാവശ്യം കോംപ്രഹെൻസീവാ. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? അല്ലേ? അതിലെന്താ ഇല്ലാത്തത്? തിങ്ക് അബൌട്ട് ഇൻ ദാറ്റ് സിറ്റുവേഷൻ. ഇതിൽ എക്സ്ട്രാ നമുക്ക് കുറച്ച് കൂടുതൽ വരാൻ സാധ്യത ഉള്ളത് കുറച്ച് ഒരു ഏറിപ്പോയി കഴിഞ്ഞാൽ 5 to 10% ചേഞ്ചസ് ക്യാൻ ബി എക്സ്പെക്ട്. അതിൽ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ പേഴ്സണാലിറ്റീസിന്റെ പേര് കൊടുക്കാൻ പോകുന്നില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, നമ്മുടെ ചരിത്രം നമുക്ക് ഇപ്പൊ തന്നെ AD 2000 ചരിത്രമുണ്ട്. അതിന് മുന്നേക്ക് ഒരു 3000 10,000 ചരിത്രം വരുന്നുണ്ട് സ്റ്റോണേജ് മുതൽ നോക്കുവാണെങ്കിൽ മിനിമം. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 5000 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തോരം പേഴ്സണാലിറ്റീസ് കിടപ്പുണ്ട്. അതിൽ തന്നെ മോഡേൺ പീരീഡ് നോക്കുകയാണെങ്കിൽ പേഴ്സണാലിറ്റീസിന്റെ ചെറിയ കാര്യമാണ്. കാരണം എന്താ? ഫ്രീഡം ഇഷ്ടം പോലെ ഓറിയന്റേറ്റഡ് കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ വലിയ ലിസ്റ്റ് ഒന്നും നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യണ്ട. ബട്ട് യു ക്യാൻ എക്സ്പെക്ട് സം കൈൻഡ് ഓഫ് മിനിമം ചേഞ്ചസ് ലൈക്ക് 5% വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇപ്പൊ എന്താണ് സിലബസ്? നിങ്ങൾക്ക് എന്തായാലും സ്റ്റോണേജ് ഉണ്ടാവും, നിങ്ങൾക്ക് എന്തായാലും IVC ഉണ്ടാവും, നിങ്ങൾക്ക് എന്തായാലും വേദിക് ഉണ്ടാവും, നിങ്ങൾക്ക് എന്തായാലും മഹാജൻദാസ് ഉണ്ടാവും, മൗര്യ ഉണ്ടാവും, പോസ്റ്റ്മൗര്യ ഉണ്ടാവും, ഗുപ്ത ഉണ്ടാവും, പോസ്റ്റ് ഗുപ്ത ഉണ്ടാവും. ആൻഷ്യന്റ് ഇന്ത്യ മുഴുവൻ കഴിഞ്ഞ് ഇതിന്റെ കൾച്ചറൽ പാർട്ട് നോക്കുകയാണെങ്കിൽ ബുദ്ധിസം, ജൈനിസം, ഫിലോസഫീസ് ഉണ്ടാവും, കൾച്ചറൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവും, ആർക്കിടെക്ചർ ഉണ്ടാകും, പെയിന്റിങ്സ് ഉണ്ടാകും. ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും ഉണ്ടാകുന്ന ഉറപ്പാ. അപ്പൊ പിന്നെ ഇത് പഠിച്ചു തുടങ്ങിക്കൂടെ? സോ ഐ എം സേയിങ് ദാറ്റ് നമുക്ക് ഹിസ്റ്ററിയിലുള്ള ആസ് സച്ച് കോർ പാർട്ട് പറ്റില്ല. സോ ഗൈസ്, ഡിസംബർ ആണ്, പല ആൾക്കാരും ന്യൂ ഇയറിന് റെസൊല്യൂഷൻ എടുക്കുന്ന ആൾക്കാരാണ്. ഡോണ്ട് വെയിറ്റ് ഫോർ ദ ന്യൂ ഇയർ, സ്റ്റാർട്ട് ടുഡേ ഓർ ടുമോറോ ഇറ്റ്സെൽഫ്. പഠനം ആരംഭിച്ചോ. സെൽഫ് ആണെങ്കിലും എവിടെ കോച്ചിങ് എടുക്കുകയാണെങ്കിലും പഠനം ആരംഭിച്ചോ. ഇഫ് യു വാണ്ട് ടു ക്രാക്ക് ദിസ് എക്സാമിനേഷൻ. അത് പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇനി നെഗറ്റീവ്സ് ഉണ്ടോ? ഐ സ്ട്രോങ്ലി വിഷ് നെഗറ്റീവ്സ് ഉണ്ടാകണം എന്നുള്ളത്. അപ്പോഴാണ് കോമ്പറ്റീഷന്റെ പവർ നിങ്ങൾ മനസ്സിലാക്കത്തുള്ളൂ. നെഗറ്റീവ്സിൽ എക്സാം ചെയ്ത് ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല. വി ഹാവ് ദാറ്റ് എക്സ്പീരിയൻസ്. ഐ എം ബേസിക്കലി എ സിവിൽ സർവീസ് ട്രെയിനർ. എന്റെ സ്റ്റുഡൻസിന് ഡെഫിനറ്റ്ലി അത് കൃത്യമായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ഗസ് ചെയ്ത് നോക്കാം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തോട്ട് നിങ്ങൾ പഠിക്കും. നെഗറ്റീവ്സ് കൊണ്ട് കൃത്യമായിട്ട് പഠിക്കും. അപ്പൊ സബ്ജക്റ്റിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ വെറുതെ നെറ്റും JRF കിട്ടിയിട്ട് സബ്ജക്റ്റിൽ അന്തം കുന്തം ഇല്ലാതെ പഠിപ്പിക്കുന്ന ആൾക്കാരായിട്ട് മാറും. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് കൾച്ചർ. എനിക്ക് വേണ്ട. ഐ ഡോണ്ട് വാണ്ട് ദ UGC ആൻഡ് NTA റെക്കമെൻഡേഷൻസ് ആർ ഗോയിങ് ടു ഹാപ്പൻ. ബട്ട് ഒരു പക്ഷെ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞ കൊല്ലം തന്നെ എന്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ്സ് വരുന്ന മുമ്പ് തന്നെ പഠിച്ച് കയറിയേക്കണം എന്നുള്ളത്. വെയിറ്റിംഗ് ഫോർ എ ഗുഡ് റിസൾട്ട് ദിസ് ടൈം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാകണം. വൈ യു സ്റ്റാർട്ടഡ്? നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കാനാണോ അതോ നിങ്ങൾക്ക് വേണ്ടിയാണോ? നിങ്ങൾക്ക് വേണ്ടിയാണോ എക്സ്ട്രാ എന്ന് പറയുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം. വാട്ട് കൈൻഡ് ഓഫ് എക്സ്ട്രാ? ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ എക്സ്ട്രാ ഒരു എലമെന്റ് ആഡ് ചെയ്യണം. അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, അത് ചിലപ്പോൾ ഡിസ്കഷൻ ആയിരിക്കും, അത് ചിലപ്പോൾ കോംപ്രഹെൻസീവ് ടോപ്പിക് മനസ്സിലാക്കലായിരിക്കും. കുറച്ച് എക്സ്ട്രാ എഫേർട്ട് കൊടുക്കണം. ഐ എം സിംപ്ലി സെയിങ്. രണ്ടാമത് സിലബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. വി നോ ദ സ്കെലിറ്റൺ. നമുക്കറിയാം സ്കെലിറ്റൺ എന്താന്നുള്ളത്. അത് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. ദാറ്റ്സ് എ പോയിന്റ്. ദെൻ ആ സ്കെലിറ്റൺ തന്നെയാണ് നമ്മുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് സബ്ജക്ട്. എന്നിട്ട് നമ്മളുടെ പഠനം ഇവിടെ നിന്ന് ആരംഭിച്ച് എത്രമാത്രം നമുക്ക് ഓരോ ദിവസം പ്രോഗ്രസ് ചെയ്യുന്നുള്ള ഗ്രാഫാണ് അടുത്തത്. സോ ഈ 3-4 ഇമ്പോർട്ടന്റാ. നമ്മൾ പറയും ഇത് ഒറ്റ പോയിന്റ് ആയിട്ട് പറഞ്ഞു പോയാൽ മതി എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഇന്ന് പഠിച്ച ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ അതിനെ ടെസ്റ്റ് ചെയ്യണം. MCQs നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ടെസ്റ്റുകൾ എഴുതുക. അത് യൂണിറ്റ് ടെസ്റ്റ് ആകാം, അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ആകാം. ഇത് രണ്ടും കുറച്ച് വ്യത്യാസമുണ്ട്. യൂണിറ്റ് എന്ന് പറയുന്നത് 10 എണ്ണമാണ്, അതിനകത്ത് വരുന്നതാണ് ചാപ്റ്റേഴ്സ് എന്നുള്ളത്. അല്ലെങ്കിൽ വീക്ക്ലി ടെസ്റ്റുകളാകാം, മന്ത്ലി ടെസ്റ്റുകളാകാം, ഫുൾ ടെസ്റ്റുകളാകാം. എന്ത് ടെസ്റ്റ് ചെയ്തുവാണെങ്കിലും ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഒരു യൂണിറ്റ് ടെസ്റ്റ് എഴുതി അടുത്ത യൂണിറ്റ് ടെസ്റ്റ് എഴുതി പ്രോഗ്രസ് ഉണ്ടോ ഇല്ലോ എന്ന് അനലൈസ് ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ നിങ്ങൾ അനാലിസിസ് നടത്തിയോ, നിങ്ങളുടെ പഠനം ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നുള്ള. സോ ഈ കാര്യങ്ങൾ ഒരിക്കലും മിസ്സാക്കല്ലേ. വൈ യു സ്റ്റാർട്ടഡ്, ദ സിലബസ്, യുവർ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എല്ലാം പഠിച്ചു തുടങ്ങുക. നേരത്തെ തന്നെ ടെസ്റ്റ് ചെയ്യുക, അനാലിസിസ് കൊണ്ടുവരിക, എഴുതുന്ന ടെസ്റ്റുകളുടെ മാർക്ക് മുഴുവൻ കൺസോൾഡേറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. പക്ഷെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിർബന്ധമായിട്ട് പറയുകയാണ് ഗായ്സ്.
നിങ്ങൾ ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതാണെന്നുള്ള. ഡോണ്ട് ഗോ ഫോർ കോച്ചിങ് എനിവേർ വിത്തൗട്ട് ഹാവിംഗ് ദ ബേസിക് നോളജ്. ഞാനിത് പറയാനുള്ള റീസൺ ജസ്റ്റ് ട്രസ്റ്റ് മീ, ഞാൻ നിങ്ങൾക്ക് അതിന് വേണ്ടി വീഡിയോ ഓൺ ആക്കിയിട്ട് സംസാരിക്കാൻ, നെറ്റ്വർക്ക് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇൻ ബിറ്റ്വീൻ വീഡിയോ ഓഫ് ചെയ്യുന്നത്. സാധാരണ ഡിഗ്രി ഒരു സബ്ജക്ട് എടുത്ത് PG ഹിസ്റ്ററി എടുക്കുന്നവരുണ്ടായേക്കാം, അല്ലെങ്കിൽ ഡിഗ്രി ജസ്റ്റ് പാസ്, PGയും അത്യാവശ്യം പാസ്, പക്ഷെ നെറ്റിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷനോ നോളജോ നമുക്കില്ല. അതെങ്ങനെ നമ്മൾ തിരിച്ചറിയും? ആ ഒരു എക്സാം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത്രയും കാലം പഠിച്ചു, 5-6 കൊല്ലം പഠിച്ചു, എന്താ 3 കൊല്ലം ഡിഗ്രി, 2 കൊല്ലം PGയും ചിലപ്പോൾ പ്ലസ് ടു 2 കൊല്ലം, 7 കൊല്ലം, എന്നിട്ട് നമുക്ക് വേണ്ട അറിവില്ല. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ട ചില കൃത്യമാക്കപ്പെട്ടുള്ള അറിവുകളുണ്ട്. അത് നമ്മുടെ കയ്യിലില്ല. നിങ്ങൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് പോകുകയാണെന്ന് വിചാരിക്കുക, അവർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിച്ചു തരും. നിങ്ങൾ ഇങ്ങനെ കൈവച്ചു തുടങ്ങും. ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നിങ്ങൾ കൈവെക്കും, ഇത് ഇത്രയും വലിയ സംഭവമാണോ എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഫ്രെയിം വർക്ക് ഉണ്ടാവില്ല, ഒരു സ്കെലിറ്റൺ ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, സിലബസ് കയ്യിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം. കുറെ കുട്ടികൾ അങ്ങ് പഠിച്ചു തുടങ്ങും, സ്റ്റോണേജ് പഠിക്കാം, മറ്റേ പഠിക്കാം, പക്ഷെ സിലബസിൽ കൃത്യമായിട്ട് ചില കീ ടേംസ് സിലബസിൽ പറയാറുണ്ട്. അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ സിലബസ് നിർബന്ധമായിട്ട് എല്ലാവരും പ്രിന്റ് എടുക്കണം. ജസ്റ്റ് വെയിറ്റ് ഫോർ ദ ന്യൂ വൺ. പഴയതിനു വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പ്രിന്റ് എടുത്ത് ബുദ്ധിമുട്ടുണ്ട. ഓക്കെ, ദെൻ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ വേണ്ടി പോകുന്നത്, എവിടെ സർ ഏതാ UGC നെറ്റിൽ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബുക്ക് എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കും. ബട്ട് വി സജസ്റ്റ് സ്റ്റാൻഡേർഡ് വർക്ക്സ്. നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റാൻഡേർഡ് വർക്കുകൾ പഠിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻഷ്യന്റ് ഇന്ത്യക്ക് വേണമെങ്കിൽ നല്ല ഗൈഡ് വർക്ക് കിട്ടും, പക്ഷെ ആൻഷ്യന്റ് ഇന്ത്യക്ക് വേണ്ടി ഹിസ്റ്റോറിയൻസ് ചെയ്തിട്ടുള്ള വർക്കുകൾ ഉണ്ടാകും. അതിലൊന്നാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഉപീന്ദർ സിംഗ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, അത് സ്റ്റാൻഡേർഡ് വർക്കാണ്. ഗൈഡ് ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ സിവിൽ സർവീസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനോ, കാരണം ഇന്ത്യൻ ഹിസ്റ്ററി എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും വരും. അതിന്റെ ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രതിയോഗിത ഇങ്ങനത്തെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷന്റെ വർക്ക് വാങ്ങിക്കാൻ നിങ്ങൾക്ക് അത് വായിക്കാം. പക്ഷെ സ്റ്റാൻഡേർഡ് വർക്കുകൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സും നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിനോടുള്ള ഒരു അപ്രോച്ചും ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പേപ്പർ 1 സ്റ്റാൻഡേർഡ് വർക്ക് ഇല്ല, അതൊക്കെ ഗൈഡ് വർക്കാണ്. കാരണം അത് സ്റ്റാൻഡേർഡ് വർക്കിന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു സംഭവമല്ല. പിന്നെ അടുത്ത നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇന്ന് പഠിക്കാം, നാളെ പഠിക്കാം, മറ്റന്നാൾ ക്രിസ്മസ് ലീവ്, ട്രിപ്പ് 2 ദിവസം, ന്യൂ ഇയർ 1 ദിവസം, ന്യൂ ഇയറിൽ തുടങ്ങാം, കുറച്ച് തുടങ്ങുന്നു, നിർത്തുന്നു, തുടങ്ങുന്നു, ഇങ്ങനെ റാൻഡം സ്റ്റഡി ഉണ്ടാകും. ഇത് ചെയ്യരുത്. കൃത്യമായിട്ട് 5 മാസത്തേക്ക് നിങ്ങൾ ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് 4 ദിവസമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഇതിന് പഠിക്കാൻ ടൈം കണ്ടെത്തും വിചാരിക്കുക. മിനിമം 2 hours ഈച്ച് ചെയ്ത് നോക്കിക്കേ. ദാറ്റ്സ് ഇനഫ് ആക്ച്വലി ടു ക്ലിയർ ദിസ് എക്സാമിനേഷൻ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, 10 മണിക്കൂർ പഠിക്കണം എന്ന് വിചാരിക്കരുത്. കാരണം ഇത് സിവിൽ സർവീസ് പരീക്ഷ പോലുള്ള വലിയ എക്സാം അല്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം, എന്നെ അറിയുന്നവർക്ക് അറിയാം, ഞാൻ 6 times നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ഒരാളാ. എന്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, യു ക്യാൻ സിംപിളി, നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് ദിസ് വുഡ് ബി ഇനഫ്. നിങ്ങൾ അതൊന്നും പഠിക്കാതെ അവിടെയും ഇവിടെയും നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു ടാസ്ക്, നമ്മൾ ക്രിസ്റ്റലിന് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ അപ്പുറത്ത് വിട്ട് വേറെ ബുക്ക് വായിച്ചിട്ട് അയ്യോ സാറേ അതില്ല ഇതില്ല ഏതുണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ വേണം പഠിക്കാൻ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങൾ ബേസിക്സ് ക്ലിയർ അല്ലാതെ കോച്ചിങ്ങിന് എടുത്ത് ചാടരുതേ, അത് എവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിലും. കാരണം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും നിങ്ങൾക്ക് ബേസിക് നോളജ് ഫസ്റ്റ് പഠിപ്പിച്ചിട്ട് അഡ്വാൻസ്ഡ് പഠിപ്പിക്കുന്ന രൂപത്തിലോട്ട് ചിലപ്പോൾ പോയിക്കോണം എന്ന് നിർബന്ധമില്ല. രണ്ടാമത് സിലബസ് നിർബന്ധമായിട്ടും കയ്യിൽ വേണം. മൂന്നാമത്തത് സ്റ്റാൻഡേർഡ് വർക്കുകൾ വായിച്ച് പഠിക്കാൻ 5 മാസം ഉണ്ട്. പക്ഷെ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറയാം, ജൂണിൽ എഴുതണ്ട, ഡിസംബറിൽ വേണമെങ്കിൽ എഴുതിക്കോ 2024. കാരണം വായിച്ച് തീരാൻ നമ്മൾ ഒരിക്കലും ഈ ഒരു 5 മാസം കൊണ്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ചില ഭാഗങ്ങൾ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം റെഫറൻസിന് വേണ്ടി സ്റ്റാൻഡേർഡ് വർക്കുകൾ ഉപയോഗിക്കാം. കോച്ചിങ് എടുക്കുന്നുണ്ടെങ്കിൽ അത്ര മതി. കോച്ചിങ് എടുക്കുന്നില്ല, പക്ക നിങ്ങൾ സെൽഫ് ലേണിംഗ് ആണെന്നുണ്ടെങ്കിൽ ബുക്കുകൾ ഡിപ്പെൻഡ് ചെയ്തോ. പക്ഷെ ഞാൻ പറയുന്നു, ജൂണിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് വൃത്തിക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റിക്കോണമെന്നില്ല. വേണമെങ്കിൽ ഈ വാക്കുകൾ എവിടെയെങ്കിലും എഴുതി വെച്ചോ. ഞാനത് സീരിയസ് ആയിട്ട് പറയാം. കാരണം അത്രയുണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് വർക്കുകൾ, അത്രയും നമുക്ക് വായിച്ച് തീർക്കണം. ഇറ്റ്സ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. ദെൻ ടൈം ടേബിൾ, അത് നമുക്ക് ഇൻഡിവിജ്വൽ ടൈം ടേബിൾ ഉണ്ടാക്കണം. ക്ലാസ് ടൈം ടേബിളുമായിട്ട് സിങ്ക് ചെയ്യുന്ന ടൈം ടേബിൾ ആയിരിക്കണം.
അതായത് കോച്ചിങ് എടുക്കുന്നുണ്ടോ, കോച്ചിങ്ങിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തുണ്ടാവും, ഒരു ഷെഡ്യൂൾ ഉണ്ടാവും. ഫസ്റ്റ് ചിലപ്പോൾ മോഡേൺ ഇന്ത്യ ആയിരിക്കും, ചിലപ്പോൾ ആൻഷ്യൻ ഇന്ത്യ ആയിരിക്കും. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ടൈം ടേബിൾ ഉണ്ടാകണം എന്നുള്ള. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. ബേസിക്കലി ഞാൻ പറഞ്ഞതുപോലെ ഈ കാര്യം നോക്കുക. ആദ്യം ബേസിക്സ് പഠിക്കുക. ബേസിക്സ് പഠിക്കാനുള്ള സ്റ്റാൻഡേർഡ് ബുക്കാണ് NCERT. ആ NCERT നിന്ന് സിമ്പിൾ നോട്ട്സ് എഴുതിയെടുക്കുക. NCERT എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി 6ാം ക്ലാസ് മുതൽ 12th വരെ വരുന്നുണ്ട്. അതിൽ വേൾഡ് ഹിസ്റ്ററി ഒഴിവാക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അവർ പാസ്റ്റ് 1, അവർ പാസ്റ്റ് 2, അവർ പാസ്റ്റ് 3, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് ബേസിക്സ്. ഈ ബേസിക്സ് ഉണ്ടോ, പിന്നീട് അഡ്വാൻസ് സ്റ്റാൻഡേർഡ് ബുക്കിലോട്ട് പോവാ. പക്ഷെ പഠിക്കുമ്പോൾ ഒരിക്കലും ബുക്ക് തീർക്കാൻ വായിക്കല്ലേ പ്ലീസ്. നിങ്ങൾ എക്സാമിന് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ എക്സാം രീതിയിൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള. അതിന് നിങ്ങൾ വലിയ പാരഗ്രാഫുള്ള ബുക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങിപ്പോകും, ക്ഷീണം വരും, ഓർക്കാൻ പറ്റത്തില്ല. സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഹാൻഡ് ഔട്ടുകളോ റീഡിംഗ് മെറ്റീരിയൽസോ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഹാവ് യുവർ ഓൺ. ദെൻ ഫൈനലി റിവിഷൻ ഇല്ലേ, പഠനമൊക്കെ വേസ്റ്റ് ആണ്. അതിനുവേണ്ടി ഡെയിലി ഒരു പെർട്ടിക്കുലർ ടൈം കൊടുക്കണം. ഇത് ക്രിസ്റ്റലിൽ ജോയിൻ ചെയ്യുന്ന ഓരോ കുട്ടികളോടും കൃത്യമായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. ഇപ്രാവശ്യം നമ്മൾ അതിന് ഒരു മെക്കാനിസം കൂടി സ്വീകരിക്കുന്നുണ്ട്. ഓരോ കുട്ടിക്കും ഒരു ഇൻഡിവിജ്വൽ ചാർട്ട് കൊടുക്കുന്നുണ്ട് ഇപ്രാവശ്യം. ആ ചാർട്ട് കൃത്യമായിട്ട് അവർ ഫില്ലപ്പ് ചെയ്ത് തരണം. എന്നിട്ട് അവരുടെ പഠനം നമ്മൾ അനലൈസ് ചെയ്യും, പ്രോഗ്രസ് റിപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. നിങ്ങളും ചെയ്യേണ്ടത്, നിങ്ങൾ കോച്ചിങ് എടുത്താലും ഇല്ലെങ്കിലും പഠിക്കാൻ ഒരു ടൈം, ഫോർ എക്സാമ്പിൾ 1 hour പഠിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1 hour നിങ്ങൾ അത് റിവൈസ് ചെയ്യാനും കൊടുക്കുക. സാധാരണ പറയാം 3 hour പഠിക്കുന്നത് റിവൈസ് ചെയ്യാൻ ചിലപ്പോൾ 1 മണിക്കൂർ മതിയാവും എന്നുള്ള. ഫസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, രണ്ടാമത്തെ തവണ അത് മതിയാവും. അപ്പൊ നിങ്ങൾ പെർട്ടിക്കുലർ ടൈം ഷുഡ് ബി ഗിവൺ ഓൺലി ഫോർ റിവിഷൻ, പഠിക്കാനല്ല, റിവൈസ് ചെയ്യാൻ, ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി. പിന്നെ ടെസ്റ്റും ഡിസ്കഷനും ചെയ്യുക. ടെസ്റ്റ് മാത്രം ചെയ്താൽ പോരാ, എന്തുകൊണ്ട് അത് ശരിയായി, അല്ലെങ്കിൽ ആ ടോപ്പിക്കിന്റെ ഫർദർ ഡിസ്കഷൻ കൂടെ നിങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിക്കണം. ഈ ഒരു സ്റ്റെപ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ബേസിക്കിൽ നിന്ന് പഠിച്ച് അഡ്വാൻസിലൂടെ എക്സാം ഓറിയന്റഡ് കാര്യങ്ങൾ ചെയ്ത് റിവൈസ് ചെയ്തിട്ട് ടെസ്റ്റും ഡിസ്കഷനും നിങ്ങൾ ചെയ്യാൻ റെഡി ഉണ്ടോ? ഇത്ര സ്റ്റെപ്സ് മതി എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ. നോട്ട് ഓൺലി ദിസ് എക്സാമിനേഷൻ, ഫോർ എനി എക്സാമിനേഷൻ ദീസ് സ്റ്റെപ്സ് ആർ ബേസിക് ക്രൈറ്റീരിയ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ലേ, കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ഇത് ചെയ്യാൻ നിങ്ങൾ റെഡി ആണോ? ഒന്ന് സെൽഫായിട്ട് ചെയ്ത് നോക്കുക. സമയവുമായിട്ട് ഒത്തുപോകുന്നില്ല എങ്കിൽ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുക. അത് എവിടെയായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന കോച്ചിങ് സെന്റർ ഏതാണെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ജൂൺ എക്സാമിനേഷനിലൂടെ സൂപ്പറായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി ഇവിടെ ഒരു ചാർട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, നെറ്റ് എക്സാമിനേഷന്റെ സിലബസ് അനുസരിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, ക്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂണിൽ വെബിനാർ നടത്തിയ സമയത്ത് പറഞ്ഞതാ. അത് ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്. ആ ക്രോണോളജിയിൽ സിഗ്നിഫിക്കൻസ് ആയിട്ട് എന്ത് വേണം? റൂളേഴ്സ് വേണം. ബാറ്റിൽസ് ആകാം, ട്രീറ്റീസ് ആകാം, ഇവന്റുകളാകാം, ലെജിസ്ലേഷൻസ്, ചാർട്ടർ ആക്ടിന്റെ കാര്യം ചോദിച്ചു. ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞതാ, അത് ചോദിച്ചു. കിങ്സിന്റെ കാര്യം, ക്രോണോളജി, രാജാക്കന്മാരുടെ ക്രോണോളജി, അതുപോലെ രാജാക്കന്മാരുടെ ലൈക്ക് ടൈറ്റിൽസ് ചോദിക്കാം. കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട ഓരോ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. അക്ബറിനെ വെച്ച് ചോദിച്ചില്ലേ പ്രാവശ്യം? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ കൃത്യമായിട്ട് പറഞ്ഞതാ. ഇത് അതിനുവേണ്ടി നമ്മൾ അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. പേഴ്സണാലിറ്റീസ് ചോദിക്കാം. അത് ഫ്രീഡം ഫൈറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫിലോസഫി, വർക്കുകൾ, ഇവന്റുകൾ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, okay Nisha, actually I got you right now only. The new syllabus is not released out. Okay, actually I thought everybody will be in Malay, will be Kerala and will be having this knowledge of Malayalam. What it is, I'll be explaining from now onwards in English. So this was our June 2023 chart given to our students, in which what we can see, there we have already instructed students to follow these thematic questions for your examination. One was chronological understanding, in which you can see what there will be a question asking like regarding the chronology of rulers, the battles fought, the treaty signed, events and legislation, and we can see some of the questions for this period, December 2023 itself, from this particular topic and particular nature itself. And regarding the kings also, we can see the chronology based, the contribution based, even nature of kings were asked, and personalities. And when we are discussing the personalities, we have specifically, as I said, from freedom fighters or national movement or modern Indian history. For them, you have to focus on their philosophy, work and events. And obviously there will be books based on religious texts. This is always the trend of UGC NET examination.
So you have to give that much importance to religious text than secular literature. That's a trend. And cinema, you should have some clarity regarding the history of Indian cinema and most important historical cinemas. That's enough. And terminology based, obviously there will be questions, and you have to connect the concept and the significance. Guys, tell me, what is this Argata meaning? What's the terminology Argata meaning? It's a terminology. Or give me what's the word meaning of Patwari, or who was this person, Patwari? Such kind of questions you can expect. If anybody know, give me the chat response at least. What the Argata term meaning? What is the Patwari meaning? What are all these suggest? What is this Bagai system and Sabati system? There are certain terminologies as well as concept you have to link. Only then you will be able to learn such kind of topic, and as well as you will be able to answer such kind of questions. And political history without chronology, don't go for this political history learning. That's very important. And social history, focus on terminology. Economic history, you have to connect with the kings and their contribution in the economic perspective. This will be discussing about Raja Todarmal, and Raja Todarmal was first one question here. And cultural history, mix of kings, dynasties, and their significance will be asked along with their cultural contributions. So these are some of the very important topics and themes that you can refer. And definitely when we are discussing about, definitely I know, I remember I had taken 3 sessions for Stone Age for the last session, 3 sessions. And I always gave that stress to give focus on the site. And this was the time in which the sites of the Stone Age were asked for this examination. ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ലേ സ്റ്റോണേജുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? നമ്മൾ എന്താണോ ഒരു അപ്രോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്രോച്ച് ബേസ് ചെയ്തിട്ടാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് കൃത്യമായിട്ട് നിങ്ങൾ ഇത് പഠിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത്. പഠിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ് മച്ച് ഓഫ് തിങ്സ്. നിങ്ങൾ 2024 എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പോകുന്നുണ്ടോ? ലെസ് വെയിറ്റ് ഫോർ ദ സിലബസ്, ബട്ട് ദർ വിൽ ബി ലെസ് ദാൻ 10% സിലബസ് ചേഞ്ച്. ഓൺലി എക്സ്പെക്ട് ദാറ്റ് മച്ച്. The rest of the things will be same, and you have to go with the framework. Definitely there will be questions from ancient, medieval, and modern Indian histories as such. The political events, we cannot simply avoid that one. There is no particular book for cinema, Nisha. I'm sorry for that. You have to depend on some guide work. Either you can Google it, or you can have your own research on that one. And finally, Crystal is going to present you one particular event. As part of that, just to try to understand, on coming December 23rd, Saturday, you have one history scholarship test every year, and every course launch time, Crystal has one policy of providing scholarship. This is to recognize your so far abilities that you have made in your subject. Meaning, നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചു, ഡിഗ്രി പഠിച്ചിട്ടുണ്ടാകാം, PG പഠിച്ചിട്ടുണ്ടാകാം. അപ്പൊ ആ പഠിച്ച സമയത്ത് നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ എഫേർട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ സ്കോളർഷിപ്പ് ടെസ്റ്റിൽ ടോപ്പ് റാങ്കിൽ വരാൻ പറ്റും. അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന 50% സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും പഠിക്കാതെ നെറ്റ് എക്സാമിനേഷൻ എഴുതി വരുന്ന ആൾക്കാർക്കും തുല്യമാകരുത് എന്നുള്ളതുകൊണ്ട് ആ റെക്കഗ്നീഷൻ പരിഗണിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്കോളർഷിപ്പ് ടെസ്റ്റ് കൊടുക്കുന്നത്. So on Saturday, you will have one online test through our application. There will be 50 questions from Indian history as well as paper 1. 30 questions വരുന്നത് paper 2 ഹിസ്റ്ററി എന്നായിരിക്കും. 20 questions paper 1 എന്നായിരിക്കും. ഈ എക്സാമിനേഷനിൽ ടോപ്പ് 5 റാങ്ക് വരുന്ന ആൾക്കാർക്ക് 50% ക്രിസ്റ്റലിന്റെ നെക്സ്റ്റ് ജൂൺ സൈക്കിളിലോട്ടുള്ള ബാച്ചിൽ 50% ഫീ റിഡക്ഷൻ ഉണ്ടാകും. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും 20% ഫീ റിഡക്ഷൻ ഉണ്ടാകും. പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is minimum some criteria, the time you are allocating, the number of questions you are applying. ഇങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ചുമ്മാ പോയിട്ട് എഴുതിയേക്കാമെന്ന് വിചാരിക്കേണ്ട. ജസ്റ്റ് ഗിവ് എ സീരിയസ് എക്സാമിനേഷൻ. അതുകൊണ്ട് അതിന് മുന്നോടിയായിട്ട് ലെറ്റ് മീ ഹാവ് എ ബ്രീഫ് അബൌട്ട് അവർ കോഴ്സസ്. ജൂൺ 2024 എക്സാമിനേഷന്റെ വി ഹാവ് 2 കോഴ്സസ് ഫോർ ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ നിന്നുള്ള 2 കോഴ്സ് ഉണ്ട്. ഒന്ന് ഫുൾ കോഴ്സ് ആണ് ഫോർ ആരൊക്കെയാണ് ഫസ്റ്റ് ടൈം UGC നെറ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ല കോംപ്രഹെൻസീവ് ആയിട്ട് കൃത്യമായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, അവർക്കുള്ളതാണ് JRF ക്രാക്കർ ബാച്ച് എന്ന് പറയുന്നത്. അതേസമയത്ത് ഓൾറെഡി കോച്ചിങ് എടുത്തിട്ടുള്ള ആൾക്കാർ,
ക്രിസ്റ്റലിലാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലാകാം. അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു റിപ്പീറ്റിംഗ് ബാച്ച് ആയിട്ടാണ് കോംബാറ്റ് 1.0 എന്ന് പറയുന്ന വി ആർ ഗോയിങ് ടു ഫൈറ്റ് ബാക്ക്, തിരിച്ചടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അങ്ങനെ 2 ബാച്ചുകളുണ്ട്. ഫീസ് നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും. 12,500 സബ്ജക്റ്റിന് മാത്രമായിട്ട് വരുന്നത്. 2,500 കോംബാറ്റിന് വരുന്നത്. യു കൻ ചൂസ് യുവർ ഓൺ. വിൽ ബി പ്രൊവൈഡിങ് സ്കോളർഷിപ്പ് ഓൺലി ഫോർ ദിസ് വൺ. ഓക്കെ, ഇതിന്റെ ഒരു ബ്രോഷർ നമ്മുടെ ഗ്രൂപ്പിൽ വരും. യു കൻ തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മുടെ കോഴ്സിന്റെ ഒരു ബ്രീഫ് പിക്ചർ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, സിലബസ് വിൽ ബി കവേർഡ് ടോട്ടലി. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ന്യൂ സിലബസ്, റൈറ്റ്? പക്ഷെ അതിന് മുന്നേ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് വിൽ ബി ദർ. സെഷൻസ് വിൽ ബി ലൈവ് ആസ് വി ആർ ഡൂയിങ് നൗ. ഇതിന്റെ റെക്കോർഡഡ് കിട്ടും, ചില ടോപ്പിക്സ് റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് തരികയും ചെയ്യും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ഹിസ്റ്ററി നെറ്റ് ബാച്ചിന്റെ പ്രത്യേകത ആണ് BBA സെഷൻസ്. ദാറ്റ് വിൽ ബിഗിൻ വിത്ത് ബേസിക്സ് ആൻഡ് അഡ്വാൻസ് വിത്ത് അഡ്വാൻസ്ഡ്. ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു യൂണീക്ക് പ്രോഗ്രാമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോണേജിന് മുമ്പ് സ്റ്റോണേജിന്റെ ബേസിക്സ് കാണാൻ പറയും, എന്നിട്ട് അഡ്വാൻസ്ഡ് ക്ലാസ്. ഇൻഡസ് വാലിക്ക് മുമ്പ് ഇൻഡസ് വാലിയുടെ ബേസിക്സ് കാണാൻ വേണ്ടി പറയും, എന്നിട്ട് അതിന്റെ അഡ്വാൻസ്. അങ്ങനെ ബേസിക് അതുകൊണ്ട് ബിഗിൻ ചെയ്യുക. അഡ്വാൻസ് ചെയ്യേണ്ടത് അഡ്വാൻസ്ഡ് ക്ലാസ് കൊണ്ടായിരിക്കണം. ഇത് ക്ലാസ് റൂം ലേണിംഗ് പ്രോസസ്സാണ് ഇത് രണ്ടും. ഇതിനുശേഷം നിങ്ങൾക്ക് നമ്മൾ ഇതിന്റെ കറസ്പോണ്ടിങ് PDF സ്റ്റഡി മെറ്റീരിയൽ തരും. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കൃത്യമായിട്ട് കൂടുതൽ കൊടുക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് ഗ്രൂപ്പ് മെന്റർഷിപ്പും 1 mentor for എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ദിസ് ടൈം ആക്ച്വലി വി ആർ ഗോയിങ് ടു ഇംപ്ലിമെന്റ് ദാറ്റ് വൺ. ഡെഡിക്കേറ്റഡ് മെന്ററിനെ നമ്മൾ കൊടുക്കും. Then unit and chapter wise tests, weekly MCQs, 10 full tests ഉണ്ടാവും. And we are having this beautiful plan this time. Pakka we have this plan. January, February, March, April. ഈ 4 മാസം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആക്കും. ആൻഡ് 5th month May, ജൂണിൽ എക്സാമിനേഷൻ ആണ്. മെയ് ഫുള്ളി ഓഫ് 10 full tests. 10 full tests അല്ല, ഓരോ മാസം ഓരോ ഫുൾ ടെസ്റ്റ് ഉണ്ടാകും. ഇവിടെ നമുക്ക് ഫുൾ ടെസ്റ്റുകൾ ഉണ്ടാകും. പ്ലസ് മെയ് ഫുള്ളി ഓഫ് റിവിഷൻ ആസ് വെൽ ആസ് ടെസ്റ്റ്. റിവിഷൻ ത്രൂ ടെസ്റ്റ്, ടെസ്റ്റ് ത്രൂ റിവിഷൻ, അങ്ങനത്തെ കോൺസെപ്റ്റ് ആണ്. മെയ് മാസം വി വോണ്ട് ബി ഹാവിങ് കോണ്ടന്റ് ബേസ്ഡ് ക്ലാസ്. ഇത് ഇവിടെ തീരും, ഈ 4 മാസം കൊണ്ട് തരും. അതുകൊണ്ട് പറയാണ് ജാനുവരി 1 തന്നെ ക്ലാസ് ആരംഭിക്കും. ദെൻ ഓൾറെഡി കോച്ചിങ് എടുത്തിട്ടുള്ള ആൾക്കാർക്കും നമ്മൾ ജാനുവരിയിൽ തന്നെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർക്ക് വീക്ക്ലി ഷെഡ്യൂൾ ഉണ്ടാകും. ചില സ്പെഷ്യൽ ക്ലാസ്സസ് ഉണ്ടാവും ഓൺ സ്ട്രാറ്റജിയെ ബേസ് ചെയ്തിട്ട്. ഫൗണ്ടേഷൻ ക്ലാസ്സസിന്റെ ആക്സസ് ചിലത് കൊടുക്കും നമ്മൾ. ദെൻ ഇവർക്ക് യൂണിറ്റ് എക്സാംസ് ആണ് ഇവർ കൂടുതൽ വേണ്ടത്. കാരണം ഓൾറെഡി ഇവർ കോച്ചിങ് എടുത്തതുകൊണ്ട് കോണ്ടന്റ് ഉണ്ടാവുമല്ലോ. സോ കൂടുതൽ എക്സാംസ് ആണ്. വീക്ക്ലി MCQs ഡിസ്കഷൻ, ഡെയിലി സ്റ്റഡി പ്ലാനർ ഉണ്ടാകും, ഡെയിലി കുറച്ച് ആക്ടിവിറ്റീസും കൊടുക്കും. ദെൻ പേഴ്സണലൈസ്ഡ് മെന്ററിംഗ് കൊടുക്കും. 10 full ടെസ്റ്റ് ഇവർക്കും കിട്ടും. ഇതാണ് നമ്മുടെ ക്രിസ്റ്റലിന്റെ കോഴ്സസിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കാറ്റഗറി എനിക്ക് അറിയത്തില്ല, നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്. JRF ക്രാക്കർ ഉദ്ദേശിക്കുന്ന ആളാണോ കോംബാറ്റ് ഉദ്ദേശിക്കുന്ന ആളാണോ എന്നുള്ളത് അത് നിങ്ങൾക്ക് അറിയുള്ളൂ. സോ തിങ്ക് അബൌട്ട് ഇറ്റ്. കിട്ടാവുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. വി ആർ ഹാവിങ് 7 member ഹിസ്റ്ററി ടീം. ഹിസ്റ്ററിക്ക് വേണ്ടി മാത്രം തന്നെ 7 ടീച്ചർമാർ ഡെഡിക്കേറ്റഡ് ഉണ്ട്. കഴിഞ്ഞ ബാച്ചിന് ചില ടീച്ചർമാരുടെ ഹെൽത്ത് ഇഷ്യൂസ് മൂലം ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. 7 ടീച്ചർമാരുടെ ചിലപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ പിള്ളേർക്ക് 5 ടീച്ചർമാരുടെ കാര്യം വന്നിട്ടുണ്ടാവുക. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ചില ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, എനി ഹൗ വി ആർ എ ടീം, എ ഡെഡിക്കേറ്റഡ് ടീം ഫോർ ദിസ് ക്രിസ്റ്റൽ ഹിസ്റ്ററി ബാച്ച്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കോളർഷിപ്പ് ടെസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മളൊരു രജിസ്ട്രേഷൻ ലിങ്ക് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ഫിൽ അപ്പ് ദാറ്റ് നൗ. ഇൻ ബിറ്റ്വീൻ ആർക്കെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് മീ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ ഒരു ചാറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ അതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും നമ്മൾ അതിൽ റെക്ടിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. If you have any doubt, you can ask me. ഒരു interaction type ആയിട്ട് you can ask me right now. എന്തെങ്കിലും ഉണ്ടോ, ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നും ചോദിച്ചോട്ടോ. നിങ്ങൾ ചിലപ്പം PG ഡൂയിങ് ആയിരിക്കാം. നോ വറീസ്. നമുക്ക് ആദ്യം തുടക്കം തന്നെ നമ്മൾ ഫുള്ളായിട്ട് അടയ്ക്കേണ്ടത് കോമ്പാക്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഞാനത് ചോദിക്കാൻ കാരണം ഞാൻ റിസർച്ച് സ്കോളറാണ്. അപ്പം നമ്മുടെ ഫെലോഷിപ്പിന്റെ ഒക്കെ ഒരു അവൈലബിലിറ്റി വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ ഒരു 2 മാസമൊക്കെ കൂടുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം അത് പേയ്മെന്റിന്റെ കാര്യമാണോ പ്രേമത്തെ പറയുന്നത്? ഓക്കെ, പേയ്മെന്റിന്റെ കാര്യമാണ്. നിങ്ങൾ ഫോം ഫില്ല് ചെയ്തോളൂ. അവർ ഡീറ്റെയിൽഡ് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കൺസേൺസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവരോട് പറയാം. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. അഡ്മിഷന് പേയ്മെന്റ് കാര്യങ്ങൾ നിങ്ങൾ ആ ഫോം ഫില്ലപ്പ് ചെയ്ത് ചെയ്താൽ മതി. അപ്പൊ അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺസ് അറിയിക്കാം. നമ്മളുടെ സംവിധാനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാന്നുള്ളതാണ്. എല്ലാവരും
പ്ലീസ് ആ പ്ലീസ് പറഞ്ഞോളൂ. സാർ ഇപ്പം നമ്മൾ 6 മാസം ഉണ്ടല്ലോ നമ്മുടെ എക്സാമിന് 6 പോട്ട് ഒരു 5 മാസം ഉണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് വർക്കുകൾ 5 മാസം. വായിക്കാതെ അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് വർക്ക് വായിക്കാതെ നമ്മൾ എങ്ങനെയായിരിക്കണം അപ്പം ശരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ പോകുന്നത് എന്നൊരു ഐഡിയ ഇല്ല. ഇപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്ക് സബ്ജക്റ്റീവ് എഴുതാൻ ഞാൻ ഓക്കെയാണ്. ഞാൻ അങ്ങനെ എൻട്രൻസ് ക്ലിയർ ചെയ്താണ് എൻ്റെ PhDക്ക് ജോയിൻ ചെയ്തത്. പക്ഷെ ഒബ്ജക്റ്റീവിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് 4 ഓപ്ഷൻ കാണുമ്പോൾ ഒരുപോലെയൊക്കെ തോന്നുകയാണ്. അപ്പം കൂടുതൽ വായിക്കണം എന്ന് തോന്നുന്നു. അപ്പൊ സ്റ്റാൻഡേർഡ് ബുക്ക് വായിക്കണം, ആകെ ഒരു കൺഫ്യൂഷൻ ആണ്. അപ്പൊ അതെങ്ങനെ കൊണ്ടുപോകണം എന്നറിയില്ല. ഞാൻ ഇത് വളരെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ 2024 ജൂണിൽ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഒരാളാണ്. നിങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻ, ഒന്ന് കോച്ചിങ് എടുക്കാം, ഒന്ന് സെൽഫ് ലേണിംഗ് നടത്താം. കോച്ചിങ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാൻഡേർഡ് ബുക്കുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യകത 90% വരത്തില്ല. കാരണം ക്ലാസ് റൂമിൽ പഠിക്കുന്ന കോണ്ടന്റുകൾ തന്നെയായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടതും. അതിനനുസരിച്ച് നിങ്ങൾ റിവൈസ് ചെയ്യുകയും അതിന്റെ ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ നോളജും കാര്യങ്ങളും നിങ്ങൾ പവർഫുൾ ആകും. 4 മാസം കൊണ്ട് സബ്ജക്ട് പഠിക്കും, 5 മാസം കൊണ്ട് നിങ്ങൾ ഫുൾ സെറ്റ് ആകും, 6ാമത്തെ മാസം നിങ്ങൾ എക്സാം എഴുതാൻ പോകും. അത് കോച്ചിങ് എടുക്കുന്ന ആൾക്കാരുടെ കേസ്. ഇനി അതേ സമയത്ത് നിങ്ങൾ കോച്ചിങ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിക്കുക. ഓരോരുത്തർക്കും ഒരു സാഹചര്യം ആയിരിക്കും, വി ആർ റെസ്പെക്ടിങ് ദാറ്റ്. അപ്പൊ കോച്ചിങ് എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ സെൽഫ് ലേണിംഗ് ആയിരിക്കും. ഒന്ന്, നിങ്ങൾക്ക് സിലബസ് അറിയാവുന്നതുകൊണ്ട് സിലബസ് മുഴുവൻ നിങ്ങൾ യൂട്യൂബ് ചെയ്തോ, എവിടെയെങ്കിലും ഏതെങ്കിലും വീഡിയോസ് ഉണ്ടാവും. ചിലപ്പോൾ ഹിന്ദിയിലായിരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ തമിഴിലായിരിക്കുന്നുള്ളൂ. പഠിക്കാൻ പറ്റുന്നുണ്ടോ കേട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കുറച്ച് റിസ്കി ടാസ്ക് ആണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, നിങ്ങൾ ഈ സിലബസ് അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിങ്ങൾ കോണ്ടന്റുകൾ മുഴുവൻ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് പഠിച്ചോ, കുറച്ച് എഫേർട്ട് കൂടുതലാണെന്നുള്ളൂ, കോണ്ടന്റ് നിങ്ങൾക്ക് ലഭിക്കാതിരിക്കാനുള്ള ചാൻസ് കുറവാണ്. രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തത്, നിങ്ങൾ സ്റ്റോൺ ഏജ് അല്ല ആൻഷ്യന്റ് ഇന്ത്യക്കും മെഡീവൽ ഇന്ത്യക്കും മോഡേൺ ഇന്ത്യക്കും ഹിസ്റ്റോറിയോഗ്രാഫിക്ക് വേണ്ടി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ബുക്കുകൾ വാങ്ങിച്ചോ, എന്നിട്ട് അത് കൃത്യമായിട്ട് വായിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജൂൺ എക്സാം എഴുതാൻ പറ്റില്ല. അത് തീരാത്തത് കൊണ്ടാണ്, വേറെ ഒന്നും എന്നോട് തോന്നരുത്. സാറെന്താ ഞങ്ങളെ കൊച്ചാക്കുന്നത്? വേണമെങ്കിൽ ട്രൈ ചെയ്തോ, ഞാൻ അത് അത്രേ പറയുന്നുള്ളൂ. ഈ ഒരു ഫീൽഡിൽ 10 വർഷമായിട്ട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സബ്ജക്റ്റില് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റില് വേണമെങ്കിൽ നോക്കിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം നീ പറഞ്ഞും ചെയ്തോട്ടോ, കുഴപ്പമൊന്നുമില്ല. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പൊ ഈ 3 മെത്തേഡിൽ നിങ്ങൾക്ക് പഠിക്കാം. ഇനി ചെയ്യേണ്ടത് പഠിക്കുന്ന ഒരൊറ്റ ടോപ്പിക്, അതിൽ നിന്ന് 5-10 ക്വസ്റ്റ്യൻസ് ശ്രമിക്കുക. അറിയാലോ, നിങ്ങൾ സ്റ്റോൺ ഏജ് പഠിക്കുന്നുണ്ടോ, ഇൻഡസ് വാലി പഠിക്കുന്നുണ്ടോ, ഗാന്ധിയൻ ഫേസ് പഠിക്കുന്നുണ്ടോ, അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പഠിച്ചു കഴിഞ്ഞ ഉടനെ എന്ന് പറഞ്ഞാൽ എടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്യല്ല. പഠിച്ചു ഒന്ന് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത ദിവസം അല്ലെങ്കിൽ അതിന്റെ ഒരു സമയമാകുന്ന സമയത്ത് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ തെറ്റും, അപ്പൊ ഒന്നും കൂടി റിവൈസ് ചെയ്യും, എന്നിട്ട് ചെയ്തു നോക്കും. അങ്ങനെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ പ്രിയമ്പത. അതായത് നിങ്ങൾക്ക് നമ്മുടെ ടോപ്പിക് നിങ്ങൾ 10 യൂണിറ്റ് കണ്ടിട്ടുള്ളൂ. ആ 10 യൂണിറ്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതൊരു 125ഓളം ടോപ്പിക്സ് വരുന്നുണ്ട് മിനിമം. നമ്മൾ അത് ഫുള്ള് കണക്കാക്കിയിട്ടാണ് 12,500 ഫീസ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ അത്രയും ടോപ്പിക്സ് വരുന്നുണ്ട് അതിന്റെ അകത്ത്. അപ്പൊ അത്രയും ടോപ്പിക്സ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി ഒന്ന് തയ്യാറായി നോക്കിക്കേ. കോച്ചിങ് ആണെങ്കിലും അല്ലെങ്കിലും നെക്സ്റ്റ് JRF ക്രാക്കർ. അതാണ് നമ്മുടെ എനിക്ക് ഈ സെഷനോട് നമ്മുടെ സെൽഫ് ഡൗട്ട് കൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. നമ്മളിപ്പോ എങ്ങനെയാണ് നമ്മൾ ചിലരൊക്കെ ഇങ്ങനെ പറയും നിങ്ങൾ ഇന്ന ബുക്ക് വായിക്കണം, അത് വായിക്കണം. നമുക്ക് സത്യത്തിൽ പറഞ്ഞാൽ കാണുമ്പോൾ പേടിയാണ്. ഒരു ഷെൽഫ് നിറയും പുസ്തകങ്ങളുമാണ്, ഇതെല്ലാം കൂടെ പഠിച്ചു തീരുമെന്നുള്ള ഒരു സെൽഫ് ഡൗട്ടാണ്. അത് വേണ്ട. അത് ഞാൻ പറയുന്നില്ലേ, നമ്മുടെ കൂട്ടത്തിൽ JRF കിട്ടിയ ആൾക്കാർ ഉപീന്ദർ സിംഗ് വായിച്ചവരുണ്ട്, വായിക്കാത്തവരുണ്ട്. നമ്മുടെ കൂട്ടത്തില് നമ്മുടെ ടീച്ചർമാരെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് എടുത്തു നോക്കുകയാണെങ്കിലും അതില് സതീഷ് ചന്ദ്രയുടെ വോളിയം 1ഉം 2ഉം മെഡീവൽ വായിച്ചവരുണ്ട്. ശേഖർ ബന്ദോപാധ്യായയുടെ പ്ലാസിറ്റി പാർട്ടിഷൻ വായിച്ചവരുണ്ട്, വായിക്കാത്തവരുണ്ട്. അതല്ല കാര്യം. എക്സാം ഈസ് സംതിങ് ഡിഫറെന്റ്. എക്സാം ഡിഫറെന്റ് ആണ്, എക്സാമിന്റെ പാറ്റേൺ ഡിഫറെന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി ഡിഫറെന്റ് ആണ്. ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എക്സാമിന് വേണ്ടി എന്ത് പഠിക്കുന്നതോർത്താണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് വർക്കുകൾ, അത് നമുക്ക് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയാ. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഇന്ന ബുക്ക് വായിക്കണമെന്ന് നിർബന്ധിച്ച് നമ്മൾ കോച്ചിങ്ങിന് വരുന്ന സമയത്ത് നമ്മുടെ പിള്ളേരോട് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളെല്ലാവരും കോംപ്ലിമെന്ററി ആയിട്ട് ഉപീന്ദർ സിംഗിന്റെ ഒരു സമ്മറി, ഒരു ഷോർട്ട് നോട്ട്, ഹാൻഡ് ഔട്ട് ഞാൻ റെഡിയാക്കിയത് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന പിള്ളേർക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കാറുണ്ട്. ബാക്കിയുള്ളൊക്കെ നിങ്ങൾ ക്ലാസ്സിനോട് ഡിപ്പെൻഡ് ചെയ്യുന്ന പറയാറുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു വലിയ ബുക്കുകളുടെ ഒരു ശേഖരണം ഉണ്ടാകണം എന്നുള്ളതിന്റെ പ്രീ റിക്വസിറ്റ് കണ്ടീഷൻ ഒന്നും അല്ല കേട്ടോ. നമ്മളുടെ ഉദ്ദേശം എക്സാം ക്ലിയർ ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? അതിന് ബേസിക് നോളജ് മുതൽ അഡ്വാൻസ് നോളജിലൂടെ റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് എല്ലാം കവർ അപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം.
ഒരിക്കലും നിങ്ങൾക്ക് 100% കവർ ചെയ്യാനും പറ്റില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു 80% കവർ ചെയ്തോ, യു കൻ ഡെഫിനറ്റ്ലി ക്രാക്ക് JRF. 90% കവർ ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾ സെറ്റാ. 100 പോലും ഞാൻ പറയുന്നില്ല, കാരണം അത്രേ ആവശ്യമുള്ളൂ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. 100 ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങളുടെ 100 ആൻസർ ചെയ്യാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. നിങ്ങളൊരു 60-70 ഉണ്ടോ, നിങ്ങൾക്ക് JRF കിട്ടും, ഉറപ്പാണ് ആ കാര്യത്തിൽ. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ച കാര്യങ്ങൾ തറഫ്ലി റിവൈസ് ചെയ്യണം, കാര്യങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ഡൗൺ ചെയ്യണം എന്നുള്ളതാണ്. പ്രോഗ്രസ് എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്യണം. അത് സെൽഫായിട്ട് ചെയ്യേണ്ട കാര്യം കേട്ടോ. പ്രോഗ്രസ് അനലൈസ് ചെയ്യൽ ഏറ്റവും പ്രധാനപ്പെട്ട സെൽഫ് അനാലിസിസ് ആണ്. ബട്ട് വിൽ ബി സപ്പോർട്ടിങ് ഇൻ അവർ ഓൺ മെത്തേഡ്സ്. എനി അതർ ഡൗട്ട്സ് ഗൈസ്? ഞാൻ നിങ്ങൾക്ക് പറയുന്ന Thank you, കാര്യങ്ങൾ sir. കൃത്യമായിട്ട് മനസ്സിലാവുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ അതേഴ്സ്. എനി ഡൗട്ട്? നല്ലൊരു ചോദ്യം കേട്ടോ ചോദിച്ചത്. സാധാരണ എല്ലാവർക്കും തോന്നുന്നൊരു സംശയമാണ്. ഇനി വോയിസ് അയച്ച് ചോദിക്കാൻ നാണമുള്ള ആൾക്കാരാണെങ്കിൽ ചാറ്റ് ചെയ്തോളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഐ എം റെഡി ടു വൈൻഡ് അപ്പ്. സോ ഐ വിഷ് യു ഗൈസ് എ വെരി ഗുഡ് ഫ്യൂച്ചർ. 2024 ജൂണിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ JRF തന്നെ വിഷയമാണ്. എന്തായാലും നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യുക. ഒന്ന് ഫോം ഫില്ല് ചെയ്യുക, രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുക. രണ്ടാമത് 23-ാം തീയതി നടക്കുന്ന സ്കോളർഷിപ്പ് ടെസ്റ്റ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ കോച്ചിങ് എടുത്താലും ഇല്ലെങ്കിൽ. അത് എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം മനസ്സിലാവണം. അറ്റ്ലീസ്റ്റ് 50 ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ നിലവാരം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അടുത്തൊരു കാര്യം, നിങ്ങൾക്ക് ഈ സെഷൻ യൂസ്ഫുൾ ആണ്, പ്രൊഡക്റ്റീവ് ആണ്, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ നമ്മളിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സുമായിട്ട്. കൂട്ടത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സ്കോളർഷിപ്പ് ടെസ്റ്റിന്റെ എക്സാമിനേഷന്റെ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നെറ്റ് എക്സാമിനേഷൻ എഴുതാൻ ഉദ്ദേശിക്കുന്നവർക്ക്. ആർക്കാണോ നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ടാകുന്നത് നമുക്കറിയില്ല, ചെയ്ത് കൊടുത്തേക്കും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഷെയറിംഗ് ഇസ് കൈൻഡ് ഓഫ് കെയറിംഗ്. That's all guys. Thank you for joining. See you later. Bye. Thank you.